ശിവഗീത 3-ാം അധ്യായത്തിൽ ദുഃഖിതനായ രാമചന്ദ്രനോട് അഗസ്ത്യ മഹാമുനി പറയുകയാണ്. ഏവം ചേച്ഛാരണം പാർവതീപതിമവ്യം സ ചേതപ്രസന്നോ ഭഗവാൻ വിദിതാർത്ഥപ്രയശ്ചതി. അല്ലയോ രാമ, അങ്ങ് പാർവതീപതിയായ ഭഗവാൻ ശിവനിൽ നിന്ന് അനുഗ്രഹം സമ്പാദിക്കുക. ഭഗവാൻ ശിവനിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചാൽ ആ അനുഗ്രഹവിശേഷത്താൽ അങ്ങയുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റപ്പെടും. സീതയെ തിരിച്ചു കൊണ്ടുവരുവാനും കഴിയും. അപ്പോൾ ഇവിടെ അഗസ്ത്യ മഹാമുനി ദുഃഖിതനും ആണ്ടു നിൽക്കുന്നവനുമായ രാമനോട് ആശ്വാസവചനം എന്ന രീതിയിൽ പറയുകയാണ്. മാത്രമല്ല, ഇത് ശരിക്കും ഗുരുവചനമാണ്. രാമൻ അഗസ്ത്യ മഹാമുനിയെ ഇപ്പോൾ തൻ്റെ ഗുരുവായി സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഗുരുവചനം സത്യമായി തീരും എന്നുള്ളതാണ് രാമൻ്റെയും വിശ്വാസം. അപ്പോൾ രാമനോട് പറയാണ്, അല്ലയോ രാമ, പാർവതീപതിയായ ശിവൻ, ആ വിശേഷണം കൊണ്ട് നോക്കുക, പാർവതിയുടെ പതിയായ ശിവൻ, അതുപോലെ സീതയുടെ പതിയായ രാമൻ, ഇവർ രണ്ടും ഇവിടെ ഒരു കമ്പാരിസൺ നടക്കുകയാണ്. പാർവതീപതിയായ ശിവനോടാണ് സീതാപതിയായ രാമൻ അനുഷ്ഠിക്കേണ്ട കർത്തവ്യത്തെപ്പറ്റി പറയുന്നത്. അങ്ങനെ പാർവതീപതിയായ ശിവൻ്റെ അനുഗ്രഹം കിട്ടുകയാണ് എങ്കിൽ അങ്ങക്ക് തീർച്ചയായിട്ടും രാവണനെ പരാജയപ്പെടുത്താനും സീതയെ തിരിച്ചു കൊണ്ടുവരുവാനും തീർച്ചയായിട്ടും കഴിയുമെന്ന് പറയണം. അപ്പോൾ ഇവിടെ ശിവാനുഗ്രഹം ലഭിക്കണം. അതാണ് അഗസ്ത്യ മഹാമുനി രാമനെ ഉപദേശിക്കുന്നത്. ഈ വലിയ വിജയത്തിനു വേണ്ടി രാവണൻ എന്ന മഹാഭയങ്കരനെ പരാജയപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ആരുടെ അനുഗ്രഹം വേണം? ശിവൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ. ഏറ്റവും ഉന്നതമായ അനുഗ്രഹം ശിവൻ നൽകുന്നതാണ്. അപ്പോൾ ശിവൻ നൽകുന്ന അനുഗ്രഹം കൊണ്ട് മാത്രമേ അങ്ങക്ക് രാവണനെ പരാജയപ്പെടുത്താനും സീതയെ വീണ്ടെടുക്കാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് അല്ലയോ രാമ, അങ്ങ് ശിവനെ ഭജിക്കാൻ, ശിവനെ പ്രീതിപ്പെടുത്താൻ, ശിവൻ്റെ അനുഗ്രഹം നേടാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അഗസ്ത്യ മഹർഷി രാമചന്ദ്രനോട് പറയണം, ദേവൈർ ജേയാം ശക്രാദ്യർ ഹാര ന ബ്രഹ്മാവിവാ സദേവത്യ കഥം വാസയാ ശങ്കരാനുഗ്രഹം വിനാ. ശങ്കരൻ്റെ അനുഗ്രഹമില്ലാതെ ഒരിക്കലും രാവണനെ വധിക്കാൻ കഴിയില്ല. കാരണം ദേവന്മാർ, ഇന്ദ്രൻ, വിഷ്ണു, ബ്രഹ്മാവ്, ഇവരെല്ലാവരും രാവണൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടവരാണ്, നിഷ്പ്രഭരായവരാണ്. അതിന് കാരണം ശങ്കരൻ്റെ അനുഗ്രഹം രാവണന് കിട്ടിയിട്ടുണ്ട്. ആ ശങ്കരാനുഗ്രഹം കിട്ടിയ രാവണനെ പരാജയപ്പെടുത്താൻ ദേവന്മാർക്കോ ഇന്ദ്രനോ വിഷ്ണുവിനോ അല്ലെങ്കിൽ ബ്രഹ്മാവിനോ പോലും കഴിയുകയില്ല. അത്രയ്ക്ക് വലിയ അനുഗ്രഹമാണ് മഹാശിവനിൽ നിന്ന്, സദാശിവനിൽ നിന്ന് രാവണന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള രാവണനെ പരാജയപ്പെടുത്തണമെങ്കിൽ ശങ്കരൻ്റെ അനുഗ്രഹമില്ലാതെ ഒരിക്കലും കഴിയില്ല. അപ്പോൾ ശിവാനുഗ്രഹം കിട്ടിയ രാവണനെ പരാജയപ്പെടുത്തണമെങ്കിൽ ശിവൻ്റെ അനുഗ്രഹം നേടിയാൽ മാത്രമേ, അല്ലയോ രാമ,
അങ്ങക്ക് രാവണനെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഈ രാവണൻ എന്നുള്ളത് വളരെ വളരെ ഭയങ്കരനാണ്. കാരണം ശിവൻ്റെ അനുഗ്രഹം കിട്ടിയതുകൊണ്ട് അയാളെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ബ്രഹ്മാവിനും വിഷ്ണുവിനും ഇന്ദ്രനും ദേവന്മാർക്ക് പോലും രാവണനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള രാവണനെ പരാജയപ്പെടുത്തണമെങ്കിൽ അല്ലയോ രാമ, അങ്ങ് തീർച്ചയായിട്ടും ശിവൻ്റെ അനുഗ്രഹം നേടുക തന്നെ വേണം. ശിവാനുഗ്രഹമല്ലാതെ അങ്ങക്ക് രാവണനെ പരാജയപ്പെടുത്താൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ശിവാനുഗ്രഹത്തിന് വേണ്ട വഴി ഏതാണ് എന്ന് അങ്ങ് ഓർക്കുക. അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാമെന്ന് പറയണം. അപ്പോൾ അഗസ്ത്യ മഹർഷി പറയുകയാണ്, ശിവപ്രീതിക്ക് വേണ്ടിയുള്ള മാർഗം അല്ലയോ രാമ, നിന്നോടുള്ള ആധിക്യത്താൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. അപ്പോൾ അഗസ്ത്യ മഹർഷി പറയുകയാണ്, ശിവൻ്റെ പ്രീതിപ്പെടുത്താനൊരു വഴിയുണ്ട്. ആ വഴി എന്നുള്ളത് വിരാജമാർഗമാണ്. വിരാജമാർഗത്തിലൂടെ മാത്രമേ, അടുത്ത ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്, നമുക്ക് അത് നോക്കാം. ഇതാ നോക്കൂ, അത്സതവന ദീക്ഷ യഷ്യാമി വിരാജമാർഗവിസ്മിശ്രിത മാർഗേൻ മർത്യത്വം ഹിത്വ തേജോമയോ ഭവ. വിരാജമാർഗത്തിലൂടെ ശിവാനുഗ്രഹം കിട്ടി അങ്ങ് തേജോമയനായിത്തീരുക. വിരാജമാർഗം പിന്തുടർന്നാൽ മാത്രമേ, വിരാജദീക്ഷ കിട്ടിയാൽ മാത്രമേ അങ്ങക്ക് രാവണനെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ വിരാജദീക്ഷ അങ്ങ് സ്വീകരിക്കണം എന്ന് പറയുകയാണ്. വിരാജദീക്ഷ, വിരാജമാർഗം അങ്ങ് സ്വീകരിച്ച് അതിലൂടെ മുന്നോട്ട് പോയാൽ ശിവൻ്റെ പ്രീതി അങ്ങക്ക് ലഭിക്കും. അപ്പോൾ ശിവപ്രീതി കിട്ടണമെങ്കിൽ വിരാജമാർഗത്തിലൂടെ കടന്നു പോകണം. വിരാജമാർഗം അനുഷ്ഠിച്ചാൽ മാത്രമേ, വിരാജദീക്ഷ അനുസരിച്ചാൽ മാത്രമേ അല്ലയോ രാമ, അങ്ങക്ക് ശിവൻ്റെ പ്രീതി, ശിവൻ്റെ അനുഗ്രഹം, ശിവൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ ദയാവർഷം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും വിരാജദീക്ഷ അങ്ങ് സ്വീകരിക്കണം. അത് എന്നിൽ നിന്ന് തന്നെ സ്വീകരിക്കാം, ഞാനത് അനുഷ്ഠിക്കുന്നവനാണ്. അപ്പോൾ വിരാജമാർഗത്തിലൂടെ, വിരാജദീക്ഷയിലൂടെ ശിവൻ്റെ അനുഗ്രഹം കിട്ടിയ ഒരാളാണ് അഗസ്ത്യമുനി എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ വിരാജമാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ അങ്ങക്ക് ശക്തിവിശേഷങ്ങൾ ശിവനിൽ നിന്ന് കിട്ടുകയുള്ളൂ. ആ ശക്തിവിശേഷങ്ങൾ കിട്ടിയാൽ മാത്രമേ അങ്ങക്ക് രാവണനെ പരാജയപ്പെടുത്തൂ. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഗസ്ത്യ മഹാമുനി ശ്രീരാമചന്ദ്രനോട് പറയുന്നത്, അങ്ങ് വിരാജദീക്ഷ സ്വീകരിക്കൂ. അഗസ്ത്യ മഹാമുനിയിൽ നിന്ന് വിരാജദീക്ഷ സ്വീകരിച്ചിട്ട് ആ വിരാജദീക്ഷ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശിവഭഗവാൻ അങ്ങയോട് പ്രീതിപ്പെടുകയും അങ്ങയ്ക്ക് വേണ്ട അനുഗ്രഹം നൽകുകയും ചെയ്യും. ഇത് അഗസ്ത്യ മഹാമുനി നമുക്ക് നൽകുന്ന ഒരു ഉപദേശം കൂടിയാണ്. അല്ലയോ മനുഷ്യ, നീ ശിവാനുഗ്രഹം കിട്ടണമെങ്കിൽ വിരാജമാർഗം സ്വീകരിക്കൂ എന്നാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് അഗസ്ത്യ മഹർഷി രാമചന്ദ്രന് കൊടുത്തത്. അത് നമുക്ക് കൂടി നൽകുന്ന ഉപദേശമാണ്. ഈ വർത്തമാനകാലത്തിൽ രാവണന്മാരെ മുഴുവൻ പരാജയപ്പെടുത്തണമെങ്കിൽ, അങ്ങനെ അധർമ്മത്തിൻ്റെ മേൽ വിജയം കൈവരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ശിവാനുഗ്രഹം കൂടിയേ തീരൂ. ആ ശിവാനുഗ്രഹത്തിനുള്ള ഉത്തമ മാർഗം എന്ന് പറഞ്ഞത് വിരാജദീക്ഷ സ്വീകരിക്കുകയാണ്. അഗസ്ത്യ മഹാമുനി പിന്തുടർന്നിരുന്ന മാർഗമാണ് അതിപ്രാചീനമായ വിരാജമാർഗം.
ഇതിനെ പാശുപതം എന്നും വിളിക്കുന്നുണ്ട്. പാശുപത വ്രതത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന ഒരു ഹോമമാണ് വിരാജഹോമം. വളരെ പണ്ടുകാലം മുതൽ വേദകാലം തൊട്ടേ വളരെ പ്രധാനപ്പെട്ടതാണ് ശിവപ്രീതിക്ക് വേണ്ടിയുള്ള ഈ യജ്ഞം. അപ്പോൾ ഈ വിരാജഹോമത്തിലൂടെ, വിരാജമാർഗ ദീക്ഷയിലൂടെ ഒരാൾക്ക് ശിവപ്രീതി നേടാൻ കഴിയും. അതുകൊണ്ട് അഗസ്ത്യമഹാമുനിയുടെ ഈ വചനം വർത്തമാനകാലത്തിൽ നമുക്കും സ്വീകരിക്കാവുന്നതാണ്. വിരാജമാർഗം സ്വീകരിക്കൂ. വിരാജമാർഗത്തിലൂടെ അങ്ങക്ക് ശിവപ്രീതി നേടാനും ശിവാനുഗ്രഹം കിട്ടാനും അങ്ങനെ അധർമ്മത്തെ പരാജയപ്പെടുത്തി ധർമ്മത്തെ വിജയിപ്പിക്കാനും കഴിയും. അതിനുള്ള ശക്തി ശിവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ലഭിക്കും. ആ ശിവശക്തിയുടെ അനുഗ്രഹം കിട്ടാൻ വിരാജദീക്ഷ പിന്തുടരൂ എന്നാണ് ഇവിടെ അഗസ്ത്യമഹാമുനി രാമചന്ദ്രന് നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം. ഒരുപക്ഷെ ശിവഗീതയിൽ നമുക്ക് കിട്ടുന്നതും ഈ വിരജാദീക്ഷ നിരൂപണമാണ്. 3-ാം അധ്യായത്തിലെ ശിവഗീതയിലെ 3-ാം അധ്യായത്തിലെ ഈ വിരജാദീക്ഷ നിരൂപണത്തിൽ എന്താണ് ഈ വിരാജദീക്ഷ എന്ന് വിശദമാക്കുന്നുണ്ട് അഗസ്ത്യമഹാമുനി. അപ്പോൾ അഗസ്ത്യമഹാമുനി അതിന് ആദിമകാലത്ത് തന്നെ ഈ വിരാജദീക്ഷ സ്വീകരിച്ച ആളാണ്. വിരാജമാർഗം പിന്തുടർന്ന ശിവപ്രീതി നേടിയ അഗസ്ത്യ മഹർഷി നമുക്കായിക്കൊണ്ട് ഈ വർത്തമാനകാലത്തിൽ ശിവഗീതയുടെ 3-ാം അധ്യായത്തിൽ ഈ നിരൂപണം, വിരാജദീക്ഷാ നിരൂപണം നമുക്കായി അരുളി ചെയ്യുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിരാജദീക്ഷയും പാശുപത വ്രതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പാശുപത വ്രതം, അതായത് ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഒരു ദർശനമാണ് പാശുപത ദർശനം. ഇപ്പോൾ തന്നെ ഭാരതത്തിൽ നമ്മൾക്കറിയാം, ഈ മോഹൻജദാരോ, ഹാരപ്പ തുടങ്ങിയ സ്ഥലങ്ങൾ ഖനനം ചെയ്തപ്പോൾ പശുപതി വിഗ്രഹങ്ങൾ കുറേ കിട്ടുകയുണ്ടായി. പശുപതി വിഗ്രഹങ്ങൾ, അത് ഈ പാശുപതം അന്ന് ഭാരതത്തിൽ മുഴുവൻ, ഭാരതം മാത്രമല്ല ലോകത്തിൽ മുഴുവനും പ്രചരിച്ചിരുന്ന ഒരു ദർശനമാണ് പാശുപതം. പശുപതി, രുദ്രഭഗവാൻ, പശുക്കളുടെ എല്ലാ ജീവജാലങ്ങളുടെയും പതിയായിട്ടുള്ളവൻ. അതായത് ജീവജാലങ്ങളുടെ മുഴുവനും പതി, പശുക്കൾ എന്നാണ് ജീവികളെ പറയുന്നത് ആദ്യകാലത്ത്. അപ്പോൾ ഈ പശുക്കളുടെ പതിയാണ് പശുപതി. രുദ്രസങ്കല്പം, വേദങ്ങളിൽ രുദ്രനെക്കുറിച്ചൊക്കെ പ്രകീർത്തിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ഋഗ്വേദത്തിൽ തന്നെ രുദ്രനെ ആരാധിക്കുന്ന മന്ത്രങ്ങൾ നോക്കുകയാണ്. ഏറ്റവും പ്രാചീനമായ ഋഗ്വേദത്തിൽ രുദ്രനെ ആരാധിക്കുന്ന മന്ത്രങ്ങൾ നമുക്ക് ഋഗ്വേദത്തിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ പശുപതി, പശുക്കളുടെ പതിയായ ആ രുദ്രഭഗവാനെ കീർത്തിപ്പെടുത്തുന്ന, പ്രീതിപ്പെടുത്തുന്ന ഒരു ദീക്ഷാക്രമമാണ് വിരാജ ദീക്ഷ. ഇത് പാശുപത വ്രതത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന ഒരു പാശുപത ഹോമം കൂടിയാണ്. പാശുപത ഹോമത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന ഒരു ദീക്ഷാ സമ്പ്രദായമാണ് ഈ വിരാജ ദീക്ഷാ സമ്പ്രദായം. അപ്പോൾ പാശുപത വ്രതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിരാജദീക്ഷ, വിരാജഹോമം. ഈ വിരാജഹോമവും വിരാജദീക്ഷയൊക്കെ പണ്ടുകാലം മുതൽ, അത് പ്രാചീന കാലം മുതൽ, ഋഗ്വേദകാലം മുതൽ തന്നെ ജനങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. പിന്നീട് അത് അസ്തമിച്ചു. പക്ഷേ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അത് അഗസ്ത്യ മഹാമുനി പ്രചരിപ്പിക്കുകയും ഇന്നും ഈ വിരാജദീക്ഷ പിന്തുടരുകയും ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നും സന്യാസിമാർ സന്യാസദീക്ഷയ്ക്ക് മുമ്പ് ഈ വിരാജഹോമം ചെയ്യാറുണ്ട്. വിരാജഹോമം എന്ന് വെച്ചാൽ 2 തരത്തിലുള്ള കാര്യങ്ങളാണ് അതിലൂടെ നടക്കുന്നത്. ഒന്ന് പ്യൂരിഫിക്കേഷൻ, അതായത് കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ശുദ്ധീകരിക്കുന്ന
ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് വിരാജദീക്ഷ. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും അതേപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളും പരിപൂർണമായി പരിശുദ്ധമാക്കപ്പെടും. പിന്നെ അതേപോലെ തന്നെ ശക്തിയുടെ ഉന്നതമായൊരു തലത്തിലേക്ക് നാം പ്രവേശിക്കപ്പെടും. അങ്ങനെ മർത്യനായ മനുഷ്യൻ അമർത്യനായിത്തീരും. അതാണ് വിരാജദീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മർത്യനായ നമുക്ക് അമർത്യത്തിലേക്ക്, അതായത് മരണമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ വിരാജദീക്ഷ ചെയ്താൽ മതി. ആ വിരാജദീക്ഷയെക്കുറിച്ചിട്ടാണ് അഗസ്ത്യ മഹാമുനി ശ്രീരാമചന്ദ്രന് വിശദീകരിക്കുന്നത്. രീതി തന്നെ വിശേഷം തന്നെയാണ് അദ്ദേഹം രാമന് ഉപദേശിച്ചു കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വിരാജദീക്ഷ കാലാകാലങ്ങളായി അതിപ്രാചീന കാലം മുതൽ തന്നെ, വേദകാലം മുതൽ തന്നെ അനുഷ്ഠിക്കപ്പെടുന്ന ഒരു സാധനാ സമ്പ്രദായമാണ്. ആ സാധനാ സമ്പ്രദായമാണ് ഇവിടെ ശിവഗീതയിൽ നാം ഇനി കാണാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓം ശിവായ നമഃ.